കോളേജ് വിദ്യാർത്ഥികൾ തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റിന്റെ പരീക്ഷണാത്മക പറക്കൽ നടത്തി. വിക്ഷേപണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. പിരിമേട് MVC കോളേജിലെ വിദ്യാർത്ഥികളാണ് ബെസിലിയൻ 01 എന്ന റോക്കറ്റ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്. രാവിലെ 10:28 കൗണ്ട് ഡൗൺ. കൃത്യം 10:30 ബെസിലിയൻ 01 ലോഞ്ച് പാഡിൽ നിന്ന് പറന്നുയർന്നു. പീരിമേട് മാർ ബെസലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ക്യാമ്പസ് ഗ്രൗണ്ടിൽ തദ്ദേശീയമായി നിർമ്മിച്ച വിക്ഷേപണ തറയിൽ നിന്നാണ് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത്. സംസ്ഥാനത്തെ ക്യാമ്പസിനുള്ളിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണിത്. പ്രവചിച്ചതിലും ഉയർന്ന കാറ്റിന്റെ വേഗത കാരണം വിക്ഷേപണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. 1 കിലോമീറ്റർ മുകളിൽ ഉയരത്തിൽ റോക്കറ്റ് വിക്ഷേപിച്ച് തിരികെ ഇറക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. ISRO മുൻ ശാസ്ത്രജ്ഞനും കോളേജിന്റെ ഗവേഷണ വിഭാഗം ഡീനുമായ ഡോക്ടർ ഉമ്മൻ തർക്കന്റെ നേതൃത്വത്തിൽ 100ഓളം വിദ്യാർത്ഥികളാണ് റോക്കറ്റിന്റെ നിർമ്മാണവും വിക്ഷേപണവും പൂർത്തിയാക്കിയത്. ദൗത്യ ലക്ഷ്യം പീരിമേട് കുന്നുകളുടെ എയറോസോൾ ഗുണങ്ങളെ ചിത്രീകരിക്കുന്നതായിരുന്നു. കീടനാശിനി ഉപയോഗം കുറച്ചും താപനിലയും ഈർപ്പം വ്യതിയാനങ്ങൾ പഠിച്ചും സുഗന്ധവ്യഞ്ജന കൃഷി മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. 3 മാസത്തിനകം തന്നെ ലക്ഷ്യപ്പെട്ടിരിക്കുന്ന 1 കിലോമീറ്റർ ദൂരം റോക്കറ്റ് ഉപയോഗിച്ച് താണ്ടാനാണ് തീരുമാനം. റോക്കറ്റ് പൂർണ്ണമായും കേടുകൂടാതെ വീണ്ടെടുത്തു. പുനർനിർമ്മാണവും ആരംഭിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.